ഇന്നൊരു വെറൈറ്റി ആയാലോ. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് പാരുന്നുണ്ട് കേട്ടോ. അത് ഉപ്പിട്ട് നല്ല ഇളക്കിക്കണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചപ്പോൾ ഗ്യാസ് ചുവപ്പ് കത്തുന്നുണ്ട്. നമ്മൾ റെസിപ്പി ഫുള്ളാവുകയാണാവട്ടോ. അപ്പോൾ എന്തായാലും മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ എന്ത് ചെയ്തു, എണ്ണ പാർന്ന് പയറും അതുപോലെ ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ വെല്ലുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് വേവിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്ന് മൂടി വെച്ചൊന്ന് മെൽറ്റായതിന് ശേഷം എന്താ ചെയ്യുക, മീറ്റ് മസാല നമ്മൾ ചേർത്ത് കൊടുത്തു. മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സോയാ സോസും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ സോയാ സോസും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ റൈസൊക്കെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോൾ എന്തായാലും അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് മിക്സാക്കി. അപ്പോൾ ഇത്രയുള്ള ഫൈനലായിട്ട് നമ്മൾ നെയ്യും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരു അടിപൊളി ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.